നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും ആധുനിക ടെക്നോളജിയിലൂടെ ആയുധ മേഖലയിൽ കരുത്താർജിച്ച ഇസ്രായേലും വളഞ്ഞു നിന്ന് ആക്രമിച്ചിട്ടും തല ഉയർത്തി ചങ്കുറപ്പോടെ തെരുവിലിറങ്ങി നടക്കുന്ന ഇറാൻ ഭരണകൂടം ലോക ജനതയ്ക്ക് മുൻപിൽ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ. കാരണം ഈ യുദ്ധത്തിൽ ഇറാൻ അടിയറവ് പറയുമെന്ന് വിചാരിച്ച ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിൽ. പക്ഷേ തങ്ങളുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ തന്നെ തെരുവിലിറങ്ങി തങ്ങളുടെ അവസാനത്തെ പോരാളിയും മരിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഫെബ്രുവരി 28 മുതൽ ഈ ദിവസം വരെ കാണുന്നത്. ഏതായാലും അമേരിക്ക ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ്. ട്രംപ് അടുത്ത നീക്കം, അതായത് ഒരു പടി കൂടി മുകളിലേക്ക് ഇറാനെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, ഇറാനെതിരെ പാരാ ട്രൂപ്പിനെ രംഗത്തിറക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പിൽ നിന്ന് 5 ദിവസത്തെ താൽക്കാലിക പിന്മാറ്റം ട്രംപ് പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാനെ ചാമ്പലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള ഭീഷണി. അത് നമ്മൾ കണ്ടതാണ്. എന്നാൽ പെട്ടെന്നുള്ള ഈ ഒരു നിലപാട് മാറ്റം ഇറാനെതിരെയുള്ള ശക്തമായ കരയുദ്ധത്തിന് മുന്നോടിയായുള്ള തന്ത്രപരമായ നീക്കമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. പേർഷ്യൻ ഗൾഫിലേക്ക് US മറൈൻ സേനയ്ക്ക് എത്തിച്ചേരാനുള്ള സാവകാശം ഒരുക്കുകയാണ് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. ആ ഒരു ദിവസത്തിനുള്ളിൽ ഇറാന്റെ മറൈൻ സേന അവിടെ എത്തുകയും അതുവഴി ഒരു കരയുദ്ധം തുടങ്ങാനുള്ള ആലോചനയിലാണോ ട്രംപ് എന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലും കിരീടത്തിലെ വജ്രവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നതാണ് അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത് 5 മൈൽ മാത്രം നീളമുള്ള ഈ ദ്വീപ് വഴിയാണ്. യുദ്ധത്തിന് ആവശ്യമായ പണം സമാഹരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ പ്രദേശം പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാനെ പൂർണ്ണമായി മുട്ടുകുത്തിക്കാമെന്ന് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നു. നിലവിൽ 2200 മറൈൻ സൈനികർ അടങ്ങുന്ന 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റ് പടക്കപ്പലുകൾക്കൊപ്പം മേഖലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കരയുദ്ധത്തിന് ശക്തി പകരാൻ കരസേനയുടെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിലെ ഒരു കോമ്പാക്ട് ബ്രിഗേഡിനെ വിന്യസിക്കുന്ന കാര്യം പെന്റഗൺ വളരെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട്. എലൈറ്റ് 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്ന് ഏകദേശം 3000 സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുന്നതിനെ കുറിച്ചാണ് അമേരിക്ക ആലോചിക്കുന്നത്. ഒരു ബ്രിഗേഡ് കോമ്പാക്ട് ടീമിനെ അയക്കുന്നതിനുള്ള രേഖാമൂലമുള്ള ഉത്തരവ് ഏത് നിമിഷവും ആസന്നമായേക്കാം. എന്നിരുന്നാലും ഇറാനിൽ കരസേനയെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. നോർത്ത് കരോലിനയിൽ ഫോർട്ട് ബ്രാഗിൽ ആസ്ഥാനമായുള്ള 82ാമത് എയർബോൺ ഡിവിഷൻ US സൈന്യത്തിന്റെ ഏറ്റവും ദ്രുത പ്രതികരണ സേനകളിൽ ഒന്നാണ്. അതായത് എന്തെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ 18 മണിക്കൂറിനുള്ളിൽ ലോകത്തെവിടെയും വിന്യസിക്കാനുള്ള കഴിവിന് പേര് കേട്ട ഈ ഡിവിഷനിൽ പാരാച്യൂട്ട് ആക്രമണങ്ങൾ, ദ്രുത റെയ്ഡുകൾ, എയർഫീൽഡുകൾ പോലുള്ള തന്ത്രപരമായ ലക്ഷ്യങ്ങൾ സുരക്ഷിതമാക്കൽ എന്നിവയ്ക്കായി പരിശീലനം ലഭിച്ച ലൈറ്റ് ഇൻഫൻട്രി സൈനികരാണ് ഉൾപ്പെടുന്നത്. അതായത് മറ്റു സൈനികരെ അപേക്ഷിച്ച് ഇവർ വളരെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് ഒരു യുദ്ധമുഖത്ത് എടുക്കുക. ഏകദേശം 3000 സൈനികരുടെ ഒരു ബ്രിഗേഡായ അതിന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സ് ഇപ്പോൾ മേഖലയിലെ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾക്കായി പരിഗണിക്കപ്പെടുന്നു. ലോകത്തെവിടെയും 18 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ ശേഷിയുള്ളതാണ് ഈ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സ് കൂടിയ ഈ ഒരു സേന എന്ന് പറയുന്നത്. ഇവരെത്തുന്നതോടുകൂടി ഇറാന് മേൽ അമേരിക്കൻ പിടിമുറുക്കം അല്പം കൂടി ശക്തമാകും എന്നാണ് ട്രംപ് കരുതിയിരിക്കുന്നത്. ഏതായാലും ഒരു 5 ദിവസത്തെ ഇടവേള കൊണ്ട് ട്രംപിന് ഒന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് ട്രംപിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അവിടെ സേനാ വിന്യാസം പൂർത്തിയാക്കാൻ ഈ ഒരു 5 ദിവസം സഹായിക്കുമെന്നാണ് മുൻ US ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വിക്ടോറിയ കോട്സ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് വെടിനിർത്തൽ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിൽ ഒരു പൊടിയിടുന്ന ട്രംപിന്റെ ഈ ഒരു നീക്കം തങ്ങളുടെ കൂടുതൽ സേനകളെ പല ഭാഗങ്ങളിലായിട്ട് വിന്യസിക്കാനുള്ള ഒരു ടൈം പീരീഡ് മാത്രമാണ്. അതായത് ഒരു 5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ പൂർണ്ണമായും ആക്രമിക്കാനുള്ള ഒരു ശേഷി അത് കൂട്ടുക
തുടരുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 13 നടത്തിയ ബോംബാക്രമണത്തിൽ ഗാർഗ് ദ്വീപിലെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ശേഖരങ്ങളും അമേരിക്ക തകർത്തിരുന്നു. എന്നാൽ ദ്വീപിലെ എണ്ണ പൈപ്പുകൾ അന്ന് ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നു. വരും കാലത്ത് ആ രാജ്യം പുനർനിർമ്മിക്കണമെങ്കിൽ ഈ എണ്ണ ശേഖരം അത്യാവശ്യമാണെന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത്. അതായത് അതും കൂടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്ക ഈ ദ്വീപിനെ പിടിച്ചെടുത്താൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തെ മാത്രം തൊടാതെ മറ്റുള്ള മേഖലകളിൽ അമേരിക്ക വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഇവയും തകർക്കുമെന്ന് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ലോകത്തെ എണ്ണ പ്രകൃതിവാതക നീക്കത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ 1970-കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇന്ധന പ്രതിസന്ധിയാണ് ലോകം നേരിടുന്നത്. യൂറോപ്പിൽ പ്രകൃതിവാതക വില 35% വർദ്ധിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കുതിച്ചുയർന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഗാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് ഇറാനെ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരിക എന്ന സമ്മർദ്ദ തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ഗാർഗ് ദ്വീപിലെ വിമാനത്താവളം നേരത്തെ നടന്ന ആക്രമണത്തിൽ തകർന്നതിനാൽ ആദ്യം മറൈൻ സേനയെയാകും ഇവിടെ ഇറക്കുക. ഇവരുടെ കോമ്പാക്ട് എഞ്ചിനീയർമാർ വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കിയ ശേഷം 82ാം എയർബോൺ ഡിവിഷനിലെ പാരാച്യൂട്ട് സേനയെ C-130 വിമാനങ്ങൾ വഴി എത്തിക്കാനാണ് പദ്ധതി. കവചിത വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ പാരാച്യൂട്ട് സേനയ്ക്ക് ഇറാന്റെ തിരിച്ചടി നേരിടുക വളരെ പ്രയാസമാണെന്ന ആശങ്കയും സൈനിക വൃത്തങ്ങൾക്കുണ്ട്. അതിനാൽ മറൈൻ സേനയും കരസേനയും സംയുക്തമായാകും ഇവിടെ നീങ്ങുക. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിലെ എലൈറ്റ് സൈനികർ ഉൾപ്പെടെ 1000-ഓളം പേർ ദ്വീപിലുണ്ടെന്നാണ് നിഗമനം. ഗാർഗിലെ സൈനിക ലക്ഷ്യങ്ങൾ തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും കരയുദ്ധം അത്ര എളുപ്പമാകില്ലെന്നാണ് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരടക്കം നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും തൊടുത്തു വിട്ടേക്കാം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിക്ഷേപിച്ചിട്ടുള്ള മൈനുകളും അമേരിക്കൻ നാവികസേനയ്ക്ക് വൻ ഭീഷണിയാണ്. ഏതായാലും ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള നീക്കം അമേരിക്കൻ സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുമെന്നാണ് മുൻ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും ഇതിനായി ഉപയോഗിക്കുമെന്നും 20% വരെ സൈനികർ കൊല്ലപ്പെടാനോ പരിക്കേൽക്കാനോ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറൈൻ സേനയ്ക്ക് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനുള്ള സൗകര്യങ്ങൾ ദ്വീപിൽ കുറവാണ് എന്നതും തിരിച്ചടിയായേക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനെതിരെയുള്ള കരയുദ്ധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. വ്യോമാക്രമണം കൊണ്ട് മാത്രം ഭരണമാറ്റം സാധ്യമാകില്ലെന്നും കരസേനയുടെ സാന്നിധ്യം അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഏതായാലും ഈ ഒരു 5 ദിവസം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് തങ്ങളുടെ കരസേനയെ ഇറാന്റെ അതിർത്തി മേഖലകളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാനുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്താം. ഇപ്പോൾ ഒരു ട്രംപ് തന്നെ അങ്ങോട്ട് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച സ്ഥിതിക്ക് എല്ലാവരുടെ കണ്ണിൽ ഒരു പൊടിയിട്ട് തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന പോലെ, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒരു സമാധാന ചർച്ച എന്ന പോലെ വരുത്തി തീർത്ത് അവസാനം ഇതിന്റെ എല്ലാം തന്നെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഇറാനെതിരെ കരയിൽ നിന്നുള്ള ആക്രമണം ശക്തമാക്കാൻ തന്നെയാണോ ട്രംപിന്റെ പദ്ധതി എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.